നമസ്കാരം. അസ്ട്രോ വേദിക് വിഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം പറയാൻ പോകുന്നത് ഈ ചിങ്ങമാസത്തിലെ ചിങ്ങക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് ഓരോ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് മൂലമുള്ള ഗോചര ഫലത്തെയാണ് ഇന്ന് നാം അവതരിപ്പിക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനം നിമിത്തം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങമാസത്തിൽ ഒരേ സമയം പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്ന കാലമാണ്. ചില മേഖലകളിൽ ജാഗ്രത അനിവാര്യമാണ്. ചില മേഖലകളിലൊക്കെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള നേട്ടങ്ങൾ കിട്ടുകയും ചെയ്യും. അഷ്ടമേ ശനിന ദുഃഖം ദ്വാദശേ ഗുരുരേവച ദശമേ ഭൗമലാഭശ്ച ലഗ്നേ ഭാനു ക്ലേശകാരകഃ എന്നാണ്. ശനി ചിങ്ങക്കൂറുകാർക്ക് 8ാം ഭാവത്തിലും വ്യാഴം 12ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. അതേപോലെ തന്നെ രാഹു 7ലും ജന്മരാശിയിൽ കേതുവും 10ൽ ചൊവ്വയും നിലകൊള്ളുന്ന സമയമാണ്. വ്യാഴം അനാവശ്യ യാത്രകളും യാത്രാക്ഷീണവും അനാവശ്യ ചെലവുകളും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ചൊവ്വ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ നൽകുന്നതാണ്. ജന്മരാശിയിലെ സൂര്യൻ അധ്വാനവും ക്ഷീണവും ഒക്കെ നൽകിയേക്കാം. എന്നിരുന്നാലും അതിന് തക്കതായിട്ടുള്ള പ്രതിഫലവും കിട്ടും. കാരണം സൂര്യന്റെ രാശിയായിട്ടുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ അനുഗ്രഹം ചൊരിയും. അഷ്ടമശനി എന്നത് ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ സമയത്ത് അഷ്ടമശനിയാണ്. എന്നിരുന്നാലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 6ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് 8ൽ നിൽക്കുന്നത്. 6ാം ഭാവാധിപൻ 8ൽ നിൽക്കുമ്പോൾ അത് വിപരീത രാജയോഗമായി പരിണമിക്കുകയും ചെയ്യും. ഈ വിപരീത രാജയോഗം അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും ചിങ്ങക്കൂറുകാർക്ക് ഈ സമയത്ത് നേടിക്കൊടുക്കുകയും ചെയ്യും. ഈ സമയം എന്നത് ശനിയുടെ ഈ അഷ്ടമത്തിലെ സ്ഥിതി മൂലം ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കുന്ന കാലഘട്ടമായി കരുതണം. സ്വജനങ്ങളുമായി ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കുടുംബാംഗങ്ങളോട് അകൽച്ച അനുഭവപ്പെടാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണകൾ ലഭിക്കാതെ വന്നേക്കാം. മനസ്സിൽ നിരാശയും ഏകാന്തതയും വർദ്ധിക്കാം. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി തോന്നാൻ സാധ്യതയുണ്ട്. ദീനസ്വഭാവം, ആത്മവിശ്വാസക്കുറവ് ഇവയും അനുഭവപ്പെടാം. എന്നാൽ ശനി നൽകുന്ന ഓരോ പരീക്ഷണവും ഭാവിയിലേക്കുള്ള വിജയങ്ങൾക്കുള്ള അടിത്തറയാണ്. നീലാഞ്ജന സമാഭാസം എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ വ്യാഴം 12ലാണ്. 12ൽ ഉച്ചത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. എന്നിരുന്നാലും 12ാം ഭാവത്തിലെ വ്യാഴം യാത്രകൾ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇവിടെയും വ്യാഴത്തിന്റെ സ്ഥിതിയും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിപരീത രാജയോഗമാണ് നൽകുന്നത്. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമാധിപനാണ്. അഷ്ടമാധിപനായിട്ടുള്ള വ്യാഴം 12 നിൽക്കുമ്പോൾ അതും വിപരീത രാജയോഗമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മഹത് നേട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്ക് ഈ സമയത്ത് ലഭിക്കാം. 12ാം ഭാവം എന്നത് വിദേശയാത്ര, തീർത്ഥയാത്ര, ആശുപത്രി ചെലവുകൾ, അപ്രതീക്ഷിത ചെലവുകൾ, ആത്മീയ വളർച്ച എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടുതൽ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകാം. സാമ്പത്തിക ചെലവുകൾ നിയന്ത്രണാതീതമായി വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. ചിലർക്ക് ഉറക്കക്കുറവും മനസ്സിന് അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാം. കുടുംബകാര്യങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടോ നിരന്തരം യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദേവാനാം ച ഋഷിണാം ച എന്ന് തുടങ്ങുന്ന വ്യാഴത്തിന്റെ ശ്ലോകത്തെ നിത്യം ജപിക്കുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചിങ്ങമാസത്തിൽ 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണ്. അത് തൊഴിൽ രംഗത്ത് ശക്തമായ നേട്ടങ്ങൾ നൽകും. ഈ മാസത്തിലെ ഏറ്റവും വലിയ അനുകൂല ഗ്രഹസ്ഥിതികളിൽ ഒന്നാണ് ചൊവ്വ. തൊഴിൽ, ബിസിനസ്, അധികാരം, സമൂഹത്തിലെ സ്ഥാനം, പ്രവർത്തന വിജയം എന്നിവയുടെയൊക്കെ ഭാവമാണ് 10ാം ഭാവം. അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പല വഴികളിലൂടെ വരുമാനം വരാം. തൊഴിൽ രംഗത്ത് അംഗീകാരം വർദ്ധിക്കാം. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഉണ്ടാകാം. ധൈര്യത്തോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിജയത്തിൽ എത്തുന്നതാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിലൊക്കെ മത്സരിക്കുന്നവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. ചിങ്ങമാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ ജന്മരാശിയിലാണ്. ജന്മരാശിയിലെ സൂര്യൻ അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത്. എന്നിരുന്നാലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപൻ തന്നെയാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ നല്ല ഫലങ്ങളും അതോടൊപ്പം ലഭിക്കും. സൂര്യന്റെ ജന്മരാശിയിലെ സ്ഥിതി മൂലം കൂടുതൽ അധ്വാനിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ശരീരക്ഷീണം അനുഭവപ്പെടാൻ, കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിഭവക്ഷയവും സാമ്പത്തിക ചെലവുകളും ഒക്കെ ഉണ്ടാകാം. ജോലിഭാരം കൂടാം. വിശ്രമത്തിനുള്ള സമയം കുറയാം. ശരീരത്തിനും മനസ്സിനും സമ്മർദ്ദം
കൂടുതലായി അനുഭവപ്പെടാം. സൂര്യൻ ജന്മരാശിയിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ വളരെയേറെ നേട്ടങ്ങളും ആത്മവിശ്വാസവും വ്യക്തിത്വത്തിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകാം. ജപാ കുസുമ സംകാശം എന്ന് തുടങ്ങുന്ന സൂര്യന്റെ മന്ത്രത്തെ നിത്യം ജപിക്കുക. ശുക്രൻ ചിങ്ങമാസത്തിൽ കൂടുതലായും ജന്മരാശിയിലാണ് നിൽക്കുന്നത്, ചിങ്ങം രാശിയിൽ തന്നെയാണ്. ഇത് വളരെ ശുഭകരമായിട്ടുള്ള ഫലത്തെ ചിങ്ങക്കൂറുകാർക്ക് നൽകും. ഭക്ഷണ സൗഖ്യം വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ദാമ്പത്യ ജീവിതം കൂടുതൽ മധുരതരമാകും. വീട്ടിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങാൻ അവസരങ്ങൾ ഉണ്ടാകും. പൊതുവെ ജീവിത സുഖങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മനസ്സിന് സന്തോഷം പകരുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകും. ചിങ്ങക്കൂറുകാർക്ക് അത് ജീവിതത്തിൽ സൗന്ദര്യവും സമാധാനവും കൊണ്ടുതരും. ഈ ചിങ്ങമാസത്തിൽ ബുധനും ചിങ്ങക്കൂറുകാർക്ക് കൂടുതൽ സമയവും അനുകൂല സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. അതുമൂലം ബുധന്റെ നല്ല സ്ഥിതി മൂലം ലാഭവും വിജയവും ഉണ്ടാകുന്നതാണ്. സംഭാഷണ സാമർഥ്യം ഈ കാലത്ത് വർദ്ധിക്കും. ബിസിനസ് ചർച്ചകളിൽ വിജയം നേടും. ധനലാഭം ലഭിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കാം. കുടുംബ സൗഖ്യം നിലനിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷം ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം ഈ കാലത്ത് ലഭിക്കും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ കാര്യത്ത് സാധിതമാകും. പ്രിയങ്ക് കലികാശ്യാമം എന്ന് തുടങ്ങുന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ബുധൻ ചിങ്ങക്കൂറുകാർക്ക് വിജയവും കാര്യസാധ്യവും നേടിത്തരും. ഈ ചിങ്ങമാസത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പരീക്ഷണങ്ങളും ഒപ്പം ഒട്ടേറെ നല്ല വിജയങ്ങളും സമ്മാനിക്കുന്ന മാസമാണ്. 8-ലെ ശനി മൂലം സ്വജനങ്ങളുമായി അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. യാത്രാക്ലേശം ഉണ്ടാകാതിരിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തുക. അപ്രതീക്ഷിത ചെലവുകളെ കരുതിയിരിക്കുക. ശരീരക്ഷീണത്തെ മറികടക്കാനുള്ള ഉപായങ്ങൾ ചെയ്യുക. തൊഴിൽ ഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിന് മാനസികമായി തയ്യാറാകുക. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. ചൊവ്വയുടെ സ്വാധീനം മൂലം വിവിധ മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകുന്നതാണ്. ശുക്രന്റെ അനുഗ്രഹത്താൽ കുടുംബ സൗഖ്യവും ഉണ്ടാകും. ഭക്ഷണ സൗഖ്യം, ഗ്രഹസൗഖ്യം, കാര്യജയം, സന്താന സൗഖ്യം, കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ എന്നിവയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ക്ഷമയും വിവേകവും പരിശ്രമവും ഈശ്വരവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോകുന്ന പക്ഷം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തുടക്കത്തിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം വളരെയേറെ വിജയങ്ങൾ, നേട്ടങ്ങൾ നൽകും. തൊഴിൽ, ധനം, കുടുംബം എന്നീ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കും. എല്ലാ ചിങ്ങക്കൂറുകാർക്കും ഈ ചിങ്ങമാസം വളരെ നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം, ശുഭദിനം.